അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി നാടൻ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഈ പഴംപൊരി പൊരിച്ചത് വൈകുന്നേരം ഒരു മുടി ഇടിച്ചാൽ മക്കളെ നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഇനി നമുക്കുണ്ട് വീഡിയോയിലോട്ട് പോയാലോ. പഴം പൊരിക്കാൻ ആദ്യം മാവ് ഉണ്ടാക്കണം. അപ്പം ഞാൻ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളതിനനുസരിച്ച് തൊളി. പിന്നെ ഒരു 2 ടീസ്പൂണ് ഒരു അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ക്രിസ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഗോതമ്പ് പൊടി ഉള്ളവർക്ക് അങ്ങനെ ഗോതമ്പ് പൊടി ഇട്ട് ഉണ്ടാക്കാം കേട്ടോ, മൈദപ്പൊടി ഇല്ലാത്തവർക്ക്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ചൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ഏലക്കായില്ലേ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാ ഭാഗത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം വേണം. അതിന് വേണ്ടിയിട്ട് 2 കയ്യിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒരു കയ്യിലൊക്കെ മതിട്ടാ. മധുരം പഴത്തിൻ്റെ ഇത് അനുസരിച്ച് നോക്കിയിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു മാവാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം ഇനി വെള്ളം വേണോ ഇല്ലയെന്ന്. വെള്ളം വേണമെങ്കിൽ ഇനി ഒഴിച്ചെടുക്കുക. ആദ്യം തോനെ ഒഴിച്ചെടുത്താൽ പിന്നെ മാവ് ലൂസായിട്ടിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ വെള്ളം വേണം കേട്ടോ. കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കണേ. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കട്ടയില്ലാതെ കുഴച്ചെടുക്കണം കേട്ടോ. കട്ടൊന്നും വരാൻ പാടില്ല. ഇതുപോലെ നമ്മളെ മാവ് നല്ല രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കുഴച്ചിടണം. അപ്പം തന്നെ പൊരിച്ചെടുക്കണോ അങ്ങനെ ചെയ്യുക. കുറച്ച് റെസ്റ്റ് ചെയ്ത് പൊരിച്ചെടുക്കണവർക്ക് റെസ്റ്റ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു കട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാവ് പഴം പൊരിക്കാനുള്ള മാവ് റെഡി ആയിക്കണേ. നമുക്ക് ഇതിലേക്ക് ഇനി നിങ്ങളെടുത്ത് എള്ളുണ്ടെങ്കിൽ അത് ഇട്ടോളി, ഒരു ഭംഗി. അപ്പോൾ എൻ്റെ അടുത്ത് കരിഞ്ചീരകമാണ് ഉണ്ടായത്. അപ്പം ഞാൻ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അവക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പഴം എടുത്താലോ. പഴം നമുക്ക് ആവശ്യത്തിനുള്ള പഴം എടുത്തോളി. നമ്മളെ പഴം പഴുത്തിക്കണം കേട്ടോ അത്യാവശ്യം. പിന്നെ അത് നീളത്തിൽ ഇങ്ങോട്ട് അരിഞ്ഞെടുത്തിക്കണേ. അപ്പം ഗ്യാസിലേക്ക് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ഇങ്ങോട്ട് ചൂടായി വരട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാൻ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുത്തോളൂ കേട്ടോ. ഞാൻ ഓയിലാണ് പൊരിക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ ഇങ്ങോട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മാവിലേക്ക് കുറച്ച് പഴങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൽ മാവിൽ മുക്കിയിട്ടാണ്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല ചൂടായ ഓയിലേക്ക് കണ്ട് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിം നല്ല ചൂടിലിരിക്കട്ടെ കേട്ടോ. ഓരോ പഴം ഇങ്ങനെ എടുത്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, പൊരിച്ചെടുക്കാം. അപ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. കൈ പൊള്ളാതെ ഇരിക്കണേ. ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ പഴം ഇട്ട് കൊടുക്കാൻ. ചെറിയ കുട്ടികളൊക്കെ ചെയ്യരുതൊരിക്കലോ. മുതിർന്ന പിന്നെ എന്തായാലും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമ്മളെ പഴംപൊരി ഒരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു സൈഡ് റെഡി ആയതിന് ശേഷം അപ്പോൾ 2 സൈഡും റെഡി ആവുമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചും ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ മൈദപ്പൊടി ഇട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. രണ്ടായിട്ടും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് പഴംപൊരി ഞാൻ കോരി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 2ാമത്തെ ട്രിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്, വെളിച്ചെണ്ണയിലേക്ക്. എല്ലാ വീഡിയോസൊന്നും എടുത്തിട്ട് നിങ്ങൾക്ക് ചടപ്പ് തോന്നിയാലോ വെച്ചിട്ടാണ്. എല്ലാതിപ്പോൾ ഇതുപോലെ തന്നെയല്ലേ പൊരിച്ചെടുക്കണത്. അപ്പോൾ അത് ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ലാസ്റ്റത്തെ പഴംപൊരി ഒന്ന് പൊരിച്ചെടുത്ത് അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളാ പഴംപൊരി
വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതുതായി വന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, കമൻറ്റിൽ വിഷ് കാണിക്കല്ലേ, ലൈക്ക് ചെയ്യാനൊന്നും വിഷ് കാണിക്കല്ലേ. നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മൾ വിജയത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഒരിക്കലും മടി കാണിക്കരുത് നിങ്ങൾ ഷെയർ ചെയ്യാൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.